അടുത്ത ബി ഗോപാലകൃഷ്ണൻ, സുരേഷ് ഗോപി ഒരു അപ്രിയ കഥാപാത്രമായി മാറിയിട്ടുണ്ടോ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം ഒരു അപ്രിയ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് ശ്രീ റെജി ലൂക്കോസ് അവകാശപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശങ്ങൾ, വർഗീയമായ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത് എങ്കിൽ LDFന് ഇല്ലാത്ത അഭിപ്രായമാണ് റെജി ലൂക്കോസ് പറയുന്നത്. കാരണം LDF ആയിട്ട് റെജി ലൂക്കോസിന് അത്രേ ബന്ധമുള്ളൂ. റെജി ലൂക്കോസ് പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്രിയ കഥാപാത്രം ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ LDFന് പോലും അപ്രിയ കഥാപാത്രം ആരാണ് എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ റെജി ലൂക്കോസ് ഓരോന്ന് പറയുന്നതാണ്. ഇപ്പോൾ റെജി ലൂക്കോസ് പറയുന്നത് മണിപ്പൂരിൻ്റെ വിഷയമാണ്. ഞാൻ ഒരു വിഷയം മാത്രം മണിപ്പൂരിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. റെജി ലൂക്കോസെ, മണിപ്പൂരിലെ കലാപം വംശീയമല്ല. മണിപ്പൂരിലെ കലാപം ട്രൈബൽസിൻ്റെ കലാപമാണ്. അവിടുത്തെ ക്രൈസ്തവ മേധാവികൾ, മഹാരാഷ്ട്രയിലെ ബിഷപ്പ്, ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ നേതൃത്വം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് 2014 മുമ്പ് എത്രയോ കലാപമുണ്ടായി. 2014 മുമ്പ് മണിപ്പൂരിൽ എത്രയോ കലാപമുണ്ടായി. അതൊക്കെ ആരാ? അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും ട്രൈബൽസാണ്. നാഗാസ് എന്ന് പറയുന്നത് മുഴുവൻ ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവർ കുക്കി വിഭാഗത്തിലെ ക്രൈസ്തവരുമായി സംഘർഷം. അതൊരു ട്രൈബൽ ഏരിയ. നിങ്ങളിവിടെ വന്ന് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. മണിപ്പൂരിനേക്കാൾ അപകടകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിൽ ഉയർന്നത്. അവലും മലരും സൂക്ഷിച്ചോ, കുന്തിരിക്കം സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു. ആരോടാ പറഞ്ഞത്? ഈ കേരളത്തിൽ, നിങ്ങൾ മതേതരത്വം എന്ന് പറയുന്ന ഈ കേരളത്തിൽ പരസ്യമായ മുദ്രാവാക്യം മുഴക്കിയിൽ ഒരു കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചുക്ക ചെയ്യാൻ പറ്റിയത്? നിങ്ങൾ ആ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും അനുവാദം കൊടുത്തില്ലേ കോഴിക്കോട്? വീണ്ടും ആ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? പാലാ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് ഈ മുസ്ലിം ഈ ഭീകരര് മാർച്ച് നടത്തിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മതേതരത്വവാദികൾ? ഒരാളും വന്നില്ലല്ലോ, ഒരു ഇടതുപക്ഷവും വന്നില്ലല്ലോ, ഒരു വലതുപക്ഷവും വന്നില്ലല്ലോ. പാലാ ബിഷപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് കയറിയാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ് പോയി നിന്നത് ഈ BJP-ക്കാരാ. ഇതൊക്കെ നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ പറ്റിക്കാം. ഒരു മിനിറ്റ്, ഞാൻ നിർത്തട്ടെ. ഒരു മിനിറ്റ് മാധു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുക. ഞാൻ ഇടയിൽ കയറി പറയുന്നതിന് മുൻപ് അങ്ങനെ സമുദായത്തെ കൂട്ടി ഭീകരർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇടപെട്ടതാണ്. മനസ്സിലുള്ളത് പുറത്തു വന്നാണെങ്കിൽ എന്റെ കുറ്റമല്ല. ഞാൻ അത് നിങ്ങൾക്ക് മനസ്സിൽ പലതും ഉണ്ടാവും. അതാണല്ലോ നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നിങ്ങൾ തിരുത്തിയല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ സംസാരിക്കല്ലേ പ്ലീസ്. അപ്പോൾ അവിടെ ഇതൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും. ഇന്നത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. അവർക്കറിയാം ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP-യാണ്. ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ഫാസിസം വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കൂവുന്നവരല്ലേ റെജി ലൂക്കോസ് നിങ്ങളൊക്കെ. ഇവിടെ എന്ത് ഫാസിസം വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഓരോ ദിവസവും ഭാരതം പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടുകയല്ലേ? ലോകത്തെ 4ാമത്തെ ശക്തിയായിട്ട് മാറിയില്ലേ? സകല മേഖലയിലും മാറ്റമല്ലേ? പക്ഷേ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കേരളത്തിലെ ബാന്ധവം ആർക്കാ? ഇടതുപക്ഷത്തിന്. ഇപ്പോൾ ഞാൻ TN പ്രതാപൻ്റെ കാര്യം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. ആദ്യമായിട്ട് ആ വിഷയം പത്രസമ്മേളനം നടത്തിയ ആൾ ഞാനാ. എന്താ ഞാൻ കാരണം? പുന്നാൻ നൗഷാദ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വധിക്കപ്പെട്ടു. ഈ പുന്നാൻ നൗഷാദിൻ്റെ വധസമയത്ത് ആ ഗുരുവായൂർ പോയ ആളാണ് ഞാൻ. പുന്നാൻ നൗഷാദുമായി ബന്ധപ്പെട്ടവരുടെ ഫാമിലിയെ കണ്ടയാളാണ് ഞാൻ. അവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടയാളാണ് ഞാൻ. പുന്നാൻ നൗഷാദിൻ്റെ കൊലപാതകികളെ സംരക്ഷിച്ചതാര്? അന്നത്തെ ഫേസ്ബുക്കുകൾ ഒരു 100 എണ്ണം ഉണ്ട്, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇറക്കേണ്ട സമയത്ത് ഞങ്ങൾ ഇറക്കും. അന്ന് നൗഷാദിൻ്റെ കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് TN പ്രതാപനാ. അതിനുശേഷമാണ് TN പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്ന ആ തേജസിൻ്റെ മാസികയുടെ വരിക്കാരനായി അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്.
ഞാൻ പത്രസമ്മേളനം നടത്തിയതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ്, നിങ്ങൾ മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ ജില്ലാ സെക്രട്ടറി, ഇവരെയെല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് അദ്ദേഹം തേജസിന്റെ വരിക്കാരനായുകയും തേജസിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ആരുടെ? പോപ്പുലർ ഫ്രണ്ടിന്റെ. ആ പോപ്പുലർ ഫ്രണ്ടുമായി പ്രതാപന് സ്ഥിരബന്ധമാ. ഇത് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ഈ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ആളായിരുന്നു മദനി. ഞങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് കോയമ്പത്തൂർ ജയിലിലും കർണാടക ജയിലിലും ഒക്കെ കിടക്കുന്നത്. പലതരത്തിലുള്ള കേസുണ്ട്. ഒരുപക്ഷെ കേസ് പക്ഷെ ഇപ്പോഴും കിടക്കാണല്ലോ. ഒരു മിനിറ്റ് തീർന്നു. ഞാൻ തീർക്കട്ടെ, ഒരു വരി തീർക്കട്ടെ. ഒരു വരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് ശരി പറഞ്ഞാലോ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ആ മദനിക്ക് വേണ്ടി ഈ കേരളത്തിൽ നിരാഹാരം കിടന്നാരാ? ആ മദനിയെ ഇറക്കാൻ വേണ്ടി നിരാഹാരം കിടന്നാരാ? അപ്പോ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി സഖ്യം ചേർന്നയാളാണ് പ്രതാപൻ. ഈ കുന്തിരിക്കം സൂക്ഷിച്ചോ എന്ന് ക്രിസ്ത്യൻ സമുദായത്തോട് പറഞ്ഞപ്പോ പ്രതാപൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രതാപന്റെ ഗുണവിധാനം ഒന്നും പറയണ്ട. പ്രതാപൻ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി ബന്ധപ്പെടുന്നയാളാണ്, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്നയാളാണ്, പുന്നാൻ ഔഷാദിന്റെ കൊലപാതകത്തിന്റെ കാരണക്കാരുമായി ചങ്ങാത്തം കൂടുന്നവരാണ്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. PFI ആണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങയുടെ ഭാഗം വിശദീകരിക്കവേ PFI എന്നല്ല പറഞ്ഞത്, കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത് ഭീകരർ എന്നാണ് പറഞ്ഞത്. തിരുത്തി പോകേണ്ടത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്. അങ്ങനോട് സംസാരിക്കാതിരിക്കൂ അവിടെ എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയുന്നു. ശരി, ഞാൻ ബഹുമാനിക്കാൻ തയ്യാറാണ്. എന്നിരുന്നാലും അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക അവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഷയെ അങ്ങ് അംഗീകരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും ശരി, ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നതു മാത്രം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് VR അനൂപ്, അങ്ങനെ മതഭീകരവാദികളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ക്ലിയർ ചെയ്ത് പോവാം. മുസ്ലിം മതഭീകര സംഘടന എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞോ ഞാൻ? അല്ല, അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുക. അതെന്താ, ഞാൻ നാളെയും പറയും മുസ്ലിം ഭീകരവാദികളാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൗകര്യമില്ല പറയാൻ. മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ പറയുന്നത്. PFI എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനോ ഹിന്ദു വർഗീയത ആവർത്തനം പറയണ്ട. മുസ്ലിം ഭീകരതയാണ്. അതെന്താണ്? PFI എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞതിനെ നിരോധിച്ച സംഘടനയാണ് PFI എന്ന് പറയുന്നത്. ശരി, അങ്ങ് PFI എന്ന് പറയുന്നേ, അങ്ങ് പക്ഷെ അങ്ങല്ലാതെ പറയുന്നത് ഒരു സമുദായത്തോട് ചേർത്ത് നിർത്തി പറയുന്നത് അത് അനുവദനീയ, അങ്ങേക്ക് സൗകര്യമില്ല, അങ്ങയുടെ രാഷ്ട്രീയം ശരി, അങ്ങത് തീർച്ചയാക്കിയല്ലോ. അത് ഇപ്പോൾ അങ്ങ് തീർച്ചയാക്കി പറയുന്നല്ലോ. അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അങ്ങനെ തീർച്ചയാക്കി പറയുന്ന സമയത്ത് അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പക്ഷെ അത് പറഞ്ഞു പോകേണ്ട ബാധ്യതയുള്ളത്. കേരളത്തിലെ ഒരു സമുദായത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അപമാനിച്ചു എന്നൊരു ആരോപണം വന്നാൽ അന്ന് മിണ്ടാതിരുന്ന മാധ്യമപ്രവർത്തകർ ചെയ്ത പേര് എനിക്ക് ഉദ്ദേശമില്ല. മനസ്സിലായോ? ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചു തന്നു. അങ്ങ് തിരുത്തുകയാണെങ്കിൽ ശരി, അത് അങ്ങയുടെ രാഷ്ട്രീയം. അങ്ങ് തിരുത്താതെ പോകുന്നുണ്ടെങ്കിൽ ശരി, അത് അങ്ങയുടെ രാഷ്ട്രീയം. അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് അങ്ങ് പറയുന്നത്. അത് പ്രേക്ഷകർ വിലയിരുത്തുകയും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അങ്ങേക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. അല്ലല്ല, അങ്ങയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചർച്ചയ്ക്ക് നിലപാട് പറഞ്ഞു എന്ന് തോന്നിയിടത്ത് ഞാൻ പറഞ്ഞു ശരിയെന്നേ. ശരിയെന്നേ, അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ എടുക്കുകയും വിലയിരുത്തുകയും ചെയ്യട്ടെ. ശരി ശരി.